എനിക്കും അങ്ങനെ ഒരു പണി. ഞാൻ പറയുന്നു, നിങ്ങളിത് കണ്ടു. ഈ മാസത്തെ ഈ നമ്മുടെ വീട്ടിൽ ഇറങ്ങാത്ത 600 രൂപ കൂടുതലാണ് ഈ മാസം. നീ എന്റെ അടുത്ത് കുടിക്കുവാണ്. ഇത്രയും പൈസ കൊണ്ടൊക്കെ ഈ ചൂരം വന്നിങ്ങനെ ആടി ഉണ്ടായിരുന്നു. മറ്റേ വായി വെച്ച കുറ്റം കൊള്ളാം വൈകിട്ടാണ്. നോക്ക് നീ നോക്കുന്നു. ഇത്രയും കറി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഞണ്ടും ചെമ്മീനും കൊഞ്ചും എല്ലാം ഉണ്ടല്ലോ. നീ എല്ലാം ഉണ്ട്. എന്റെ കാശും പോയി. അല്ല ഇത് നല്ല വായിട്ട് കിട്ടാൻ പറ്റുമോ? നോക്ക് നീ ഇങ്ങനെയൊക്കെ തിന്നിട്ട് ശരീരത്തൊന്നും കാണുന്നില്ലല്ലോ. ശരീരത്തിനകത്ത് ഇനി മനസ്സോട് ഉണ്ടെങ്കിലേ കാണത്തു. എടാ പൊട്ടാ, കൃഷ്ണയുടെ ബർത്ത്ഡേയാ. അവളുടെ അച്ഛൻ പൂലമൊക്കെ പിശുക്കാനാ. ഇനി എന്നാ നമുക്ക് അവിടെ ആയിരുന്നു കൊഞ്ചോ ഞണ്ടോ ഇത് വേണേലും കിട്ടും. നീ കഴിക്കാൻ വരണം. ഞാൻ ഡയറ്റിലാടി. ഇതിനകത്ത് എന്ത് കുറയ്ക്കാനാടാൻ പാടി? വാടാൻ പാടി. നമുക്ക് വല്ലതും പോയി വീടുമ്പോഴത്തേക്കും കഴിച്ചിട്ട് വരാം. എനിക്ക് കൊതിയില്ലാഞ്ഞിട്ടല്ല, ആ പ്രഭാകരൻ പിള്ളയുടെ മോന്താണ് ഇപ്പൊ എന്റെ ഉള്ള മൂടല്ല. അതിനെന്താ ആന്റി സൂപ്പർ, അതുകൊണ്ടാണ് ഞാൻ വരുന്നതായാലും വാ. കൃഷ്ണനും കളിയും ചിരിയൊക്കെ പിന്നെ കുഞ്ചി അമ്പാടി വന്ന് കൈയിരിക്കേ. എന്തായാലും ബർത്ത്ഡേ എന്തായാലും വന്നല്ലോ, എനിക്ക് സന്തോഷമാണ്. കുഞ്ചിനെ മോളി പോട്ടിരി മോനമ്പാടി അവിടെ ഇടാം. കഴിക്കുമോളെ നീ എന്താണ് അമ്പായിട്ട് നിൽക്കുന്നത്? അങ്ങോട്ടിരുന്ന് കഴിച്ചേ. ആന്റി വിളമ്പി തരാൻ കറിയല്ല. കുറെ നേരം കയ്യിലിരിക്കാൻ ഇരിക്കവിടെ. പൊന്നു മനുഷ്യ, ഒറ്റയ്ക്ക് എന്തെങ്കിലും കഴിക്കാതെ കൊച്ചുങ്ങളെയും കൂടെ ഒന്ന് വിളിക്കേ. മക്കളെ ചാപ്പാട് മതി, വയറുന്ന ചാകാനും മതി. നിങ്ങൾ ആരെയും പഠിക്കുന്നു? എടാ മോനെ, ഇനി കൃഷ്ണയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഇത്രയും വിഭവങ്ങളൊക്കെ. എപ്പോഴും ഒന്നും കാണത്തൊന്നുമില്ല. അതുകൊണ്ട് നിനക്ക് കിട്ടുമ്പോ തന്നെ നീ ആവശ്യത്തിനാണ് കഴിച്ചോണം. അവര് പോയില്ലടി. നാളെ വരണേ. വയനക്കാരത്തെ മോളില്ലേ രതീഷില്ല, അതിനോട് കൂടെ വരാൻ പറയേ. നിങ്ങളുടെ വീട്ടുമായിട്ട് ആരെങ്കിലും വെള്ളം കുടിച്ചോണ്ട് പോയിട്ടുണ്ടോ? ഞാൻ ആ പിള്ളേരെ വെച്ച് ആഹാരം കഴിക്കാൻ പറ്റില്ല. എന്തായാലും മതി. ഒരുത്തൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇതുവരെ ആ ചെറുക്കനെ ഇവിടെ കണ്ടിട്ട്. കേറി വേണം ഇങ്ങോട്ട്. ഇവിടെ ആവശ്യമുള്ള ആഹാരം എല്ലാം റെഡിയാക്കി കിട്ടും. നീയൊക്കെ എവിടെ പോയി ഇതൊക്കെ ആവശ്യമുള്ള ആഹാരം വിളമ്പിക്കൊടുക്കും. ഈ ചെറുക്കൻ ആഹാരം എല്ലാം വിളമ്പിക്കൊടുക്കും. ഞാൻ പറഞ്ഞ സാധനം എല്ലാം റെഡിയാക്കി വെച്ചോ ചെറുക്കൻ. ഒരു കൂടെ ആഹാരം വേസ്റ്റായി. എനിക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് കഴിച്ചോ. വേറെ അവന് ഒരുപായിട്ട് കറങ്ങാൻ പോകരുത്. ഞാൻ നിന്റെ അടുത്ത് ദിവസവും പറയുന്ന ഈ വീട്ടിൽ ആഹാരമുണ്ട്, അത് നീ കഴിച്ചോ. എന്തെടുത്ത് കൊടുക്കുന്ന കാര്യം വയ്യാണ് ഈ പറയുന്നത്. എന്റെ അച്ഛൻ പറഞ്ഞ ആഹാരം എല്ലാം ഭക്ഷണം വേസ്റ്റ് ആക്കി. ഇത്രയും വിഭവങ്ങളൊക്കെ എപ്പോഴും ഒന്നും കാണത്തൊന്നുമില്ല. അതുകൊണ്ട് നിനക്ക് കിട്ടുമ്പോ തന്നെ നീ ആവശ്യത്തിനാണ് കഴിച്ചോ. ആഹാരം വേസ്റ്റായി. മോനെ വരാത്ത ആഹാരം കഴിച്ചല്ലോ. വൈകിട്ട് വന്ന് കാപ്പ് കുടിക്കാം. ഭക്ഷണം വേസ്റ്റാക്കി അത് അച്ഛനും